കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. താനൂരിലെ തിയേറ്റർ ജീവനക്കാരനായ വൈശാഖിനെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1,15,500 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ കൈപ്പേടത്ത് വീട്ടിൽ ദിനൂപ് എന്ന അനൂപിനെയാണ് മഞ്ചേരി 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AV ടെല്ലസ് ശിക്ഷിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 2 വർഷത്തെ അധിക തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ. ഇതിനു പുറമെ മർദ്ദിച്ചതിന് 3 മാസത്തെ തടവ്, 500 രൂപ പിഴ, പിഴയടച്ചില്ലെങ്കിൽ 7 ദിവസത്തെ അധിക തടവ്, തെളിവ് നശിപ്പിച്ചതിന് 1 വർഷത്തെ തടവ്, 1000 രൂപ പിഴ, പിഴയടക്കാത്ത പക്ഷം 3 മാസത്തെ അധിക തടവ് എന്നിങ്ങനെയും ശിക്ഷയുണ്ട്. പ്രതി പിഴയടക്കുന്ന പക്ഷം തുക കൊല്ലപ്പെട്ട വൈശാഖന്റെ മാതാവിന് നൽകണം. ഇതിനു പുറമെ സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും മാതാവിന് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. 2020 സെപ്റ്റംബർ 30-നാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത്. താനൂരിലെ PVS ഫിലിം സിറ്റി എന്ന തിയേറ്ററിൽ 11 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്ന പ്രതി ഇതേ സ്ഥാപനത്തിൽ 1 വർഷം മുൻപ് ജോലിക്കെത്തിയ ബേപ്പൂർ സ്വദേശി വൈശാഖിനെയാണ് കൊലപ്പെടുത്തിയത്. പ്രതിയും കൂട്ടുകാരും സ്ഥാപനത്തിൽ ചെയ്തു വരുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് ഉടമയ്ക്ക് വിവരം നൽകിയെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. സംഭവ ദിവസം രാത്രി 10:10 തിയേറ്ററിനടുത്തുള്ള കുളക്കരയിൽ നിൽക്കുകയായിരുന്ന വൈശാഖിനെ പ്രതി മർദ്ദിക്കുകയും കാൽമുട്ടുകൊണ്ട് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് മൃതദേഹം കുളത്തിൽ തള്ളിയിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും കേസുണ്ട്. കുളത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തപ്പോൾ വൈശാഖിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ അബദ്ധത്തിൽ കുളത്തിൽ വീണു മരിച്ചതാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക പരിക്കുകൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവസ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് വിഭാഗവും പരിശോധന നടത്തിയിരുന്നു. താനൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന P. പ്രമോദാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചതും. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP ഷാജു 43 സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു. 74 രേഖകളും 16 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ ASI KS ദേവൻ, CPO P. അബ്ദുൽ ഷക്കൂർ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.